പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. परमेश्वर ने हमें एक और बार अवसर दिया, इसलिए परमेश्वर को हम धन्यवाद करें। സഹോദരങ്ങളെ, ലോകത്തിൽ നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ വലിയ വലിയ മനുഷ്യരുടെ വാക്കുകളൊക്കെ കേൾക്കാൻ തക്കവണ്ണം മറ്റുള്ളവർ ഓടിക്കൂടാറുണ്ട്. हम देखते हैं संसार के लोगों की बातें सुनने के लिए बहुत से लोग इकट्ठे होते हैं, भीड़ इकट्ठी होती है। ലോകത്തിൽ മാന്യത ലഭിച്ചവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ ഓടിക്കൂടുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയെ കാണുവാനായിരിക്കാം. ആ വ്യക്തിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ അവർക്ക് സ്വീകരിച്ച് അവർക്ക് നന്മ പ്രാപിക്കാം എന്നുള്ള ചിന്തകളിലായിരിക്കാം. जो संसार के अंदर प्रसिद्ध लोग हैं, उनकी सुनने के लिए, उनको देखने के लिए या उनसे कुछ मिलेगा सोच के लोग वहां पे इकट्ठे होते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ ആഗ്രഹത്തോടെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറുവാൻ തക്കവണ്ണം അത് ഇടയാക്കി തീർക്കും. इस तरह हमको समझना है, जिंदा परमेश्वर, जिंदा खुदा, जिसके शब्दों को सुनने के लिए मेरा आप अगर तैयार है तो मेरे और आपके संपूर्ण जीवन को वो बदल देगा। ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? जब परमेश्वर हमसे बातचीत करता है तो क्या हमारे जीवन में होता है, क्या हमने कभी सोचा है? ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയായിരിക്കുന്നതെങ്കിൽ കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കും. मेरा आप जब परमेश्वर के चूरे बैठते हैं, प्रभु से प्रार्थना करते हैं कि प्रभु आप मुझसे बातचीत करें, तो निश्चित रूप से परमेश्वर हमसे बातचीत करता है। നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നാളുകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല. मेरा आपके जीवन में कल क्या होने वाला है, हम में से कोई व्यक्ति जानता नहीं, बता नहीं सकता है। നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ പലപ്പോഴും ആ വിഷയങ്ങളുടെ ആഴവും വ്യാപ്തിയും പോലും നമ്മളിൽ പലർക്കും തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. मेरे आपके जीवन में क्या हो रहा है शायद मैं और आप ही जानते हैं, लेकिन वो जो समस्या, उसकी गहराई कितनी है, आगे क्या होने जा रहा है, शायद वो हमको मालूम नहीं है। വേറൊരു വ്യക്തി നമ്മളോട് പറയുക, നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പരസ്പരം അത് നമുക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് ദൈവം നമ്മളോട് സംസാരിക്കും. एक दूसरा व्यक्ति मेरे और आपकी कमियों को बताए तो शायद मैं और आप उसको स्वीकार ना करें, लेकिन परमेश्वर जब मुझसे आपसे बातचीत करता है वचन के द्वारा, तो निश्चित ही एक परिवर्तन होता है। ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇന്നത്തെ രാത്രി ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കും. मेरा आप प्रभु से प्रार्थना करें, अगर हम चाहते हैं कि प्रभु का अनुग्रह आशीष मेरे पर या हमारे पर हो, तो हम प्रभु से कहे, प्रभु उसके बीच में आने वाली जो बाधा, रुकावटें, कमियां हैं, वो आप मुझसे बातचीत करना, उसे दूर करना। നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം എല്ലായിടത്തും ഇറങ്ങി എല്ലാവരോടും ഒപ്പം കഴിയുന്നവനല്ല, വസിക്കുന്നവനല്ല. मुझे आपको पता होना है, मालूम होना है कि परमेश्वर हर एक व्यक्ति के साथ में निवास करने वाला नहीं है। നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ഈ ലോകം മുഴുവനും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അതൊരു സത്യം തന്നെയാണ്. एक बात सत्य है कि परमेश्वर की उपस्थिति हर एक स्थानों में है, क्योंकि इस पृथ्वी पर जो कुछ है वो सब कुछ परमेश्वर के द्वारा सृष्टि किया है, परमेश्वर का ही है, इसलिए उसकी उपस्थिति सब जगह है। എന്നാൽ അതിന്റെ അർത്ഥം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും കൂടെ ചേർന്ന് ദൈവം നടക്കുമെന്നുള്ളതല്ല, എല്ലാ മനുഷ്യരിലും ദൈവം വസിക്കും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. इसका अर्थ ये नहीं कि हर एक मनुष्य के साथ में प्रभु रहता है या हर एक मनुष्य के अंदर प्रभु निवास कर सकता है, अर्थ नहीं है। ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, പക്ഷേ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ദൈവത്തിന്റെ മക്കളല്ല. इस संसार के हर एक व्यक्ति परमेश्वर की सृष्टि है, लेकिन हर एक सृष्टि परमेश्वर की संतान नहीं है। ദൈവത്തോടുകൂടെ ആര് വസിക്കണമെന്നും ദൈവത്തോടുകൂടെ ആര് നടക്കണമെന്നും ദൈവസന്നിധിയിൽ ആർക്ക് താഴണമെന്നും തീരുമാനിക്കേണ്ടത് അവരവരാണ്. നമ്മുടെ സെൽഫ് വില്ലിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്.
अगर आपको परमेश्वर ने आजादी दी है कि मेरा फैसला करे, परमेश्वर के साथ रहे, प्रभु के संग चले, ये हमारा फैसला है। ഏതെങ്കിലും മുമ്പേ കേട്ടതുപോലെ ഏതെങ്കിലും പ്രസിദ്ധനായ ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമെങ്കിൽ ഏതെങ്കിലും ആദരണീയനായ ഒരു ഗസ്റ്റ്, ഒരു വിശിഷ്ട അതിഥി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കി, എത്ര ചെറിയ വീടാണെങ്കിലും എത്ര ചെറിയ സൗകര്യമാണെങ്കിലും നമ്മളവിടെ വളരെ വൃത്തിയാക്കും, വളരെ മോടി പിടിപ്പിക്കും, വളരെ നല്ല രീതിയിലാക്കും. കാരണം ആ വ്യക്തിയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം. इस संसार को कोई भी सम्मानित व्यक्ति मेरे आपके घर में आ जाए, तो मेरा आप अगर हमारा घर कितना भी छोटा क्यों ना हो, उसको हम बिल्कुल साफ सुथरा करके अच्छा करने का प्रयत्न करते, ताकि हम उसको स्वीकार करें उस व्यक्ति को। ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ പോലെ അല്ല. പഴയ നിയമത്തിൽ ദൈവം പുറത്തു വസിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മെ വിശുദ്ധ മന്ദിരമാക്കി തീർത്തിരിക്കുന്നു. पुराने नियम की तरह नया नियम नहीं है। पुराने नियम में प्रभु वास करता था बाहर, लेकिन नए नियम के अनुसार परमेश्वर मनुष्यों के जीवन में, मनुष्यों के मनों में निवास करना चाहता है। നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെർമൺ ഓൺ ദ മൗണ്ട്, ഈ പഹാടി ഉപദേശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇവിടേക്ക് നോക്കുമ്പോൾ, ഇത് പുതിയ നിയമത്തിന്റെ ആരംഭമാണ്. പുതിയ നിയമത്തിന് അടിസ്ഥാനം കർത്താവ് ഇടുകയാണ്. हम जब नए नियम में से पढ़ रहे हैं, खासकर पहाड़ी उपदेश, ये नए नियम का मूल हम देखते हैं कि वो नींव है जो हम सीख रहे हैं इन दिनों। അത് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ അവർ യഹൂദരാണ്, കേട്ടുകൊണ്ടിരുന്ന പുരുഷാരം അവരൊക്കെ ഇസ്രായേലരാണ്, യഹൂദരാണ്. അവരോട് ദൈവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആലയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയും, ദൈവം വസിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്, അത് ആലയത്തിലാണെന്ന് അവർ പറയും. ये परमेश्वर जो है, यीशु मसीह जिनसे बातचीत कर रहे, वे यहूदी हैं, फरीसी हैं, शास्त्री हैं। हम देखते हैं कि वो अच्छी तरह जानते हैं कि उनका परमेश्वर यहोवा जो है उनके द्वारा बनाया कि उस मंदिर में निवास करता है। ये अच्छी तरह उनको मालूम है। അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ദൈവം വസിക്കുവാൻ തക്കവണ്ണമുള്ള പാത്രങ്ങളാക്കി മാറ്റുക, അവരെ ഒന്ന് മുമ്പേ പറഞ്ഞതുപോലെ അവരെ ഒന്ന് റിഫോം ചെയ്യുക, അവരുടെ ഹൃദയങ്ങളെ ഒന്ന് മാറ്റുക, ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണമായുള്ള ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതാണ് ഈ സെർമൺ ഓൺ ദ മൗണ്ടിന്റെ പരമമായ ഉദ്ദേശ്യം. ये पहाड़ी उद्देश्य का मुख्य उद्देश्य यह है कि जितने लोग सुन रहे हैं, समझ रहे हैं, उनके हृदय को, उनके शरीर को तैयार किया जाए कि जो परमेश्वर पहले बाहर मंदिर में निवास करता था, वो परमेश्वर आज अब इनके शरीरों में, मनों में निवास करे। അപ്പോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. मत्ती रचित सुसमाचार 5:20 में आपने पढ़ा, क्योंकि मैं तुमसे कहता हूं कि यदि तुम्हारी धार्मिकता शास्त्री और फरीसियों की धार्मिकता से बढ़कर ना हो, तो तुम स्वर्ग के राज्य में कभी प्रवेश करने ना पाओगे। അതിന്റെ അർത്ഥം ഇതാണ്, പരീശന്മാരും സദൂക്യരും ഇസ്രായേൽ ജനവും ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ അധികം ദൈവത്തെ അറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. इसका अर्थ है, यीशु मसीह कहना चाहते, जितना फरीसी और शास्त्री जानते हैं, उससे बढ़कर अगर तुम नहीं समझोगे, उससे बढ़ के धार्मिकता को नहीं प्राप्त करोगे, तो तुम स्वर्ग के राज्य में प्रवेश नहीं कर सकते। ആ അറിവെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലുള്ള അറിവല്ല, വായിച്ചു പഠിച്ച അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള ചില സംഗതികൾ മനഃപ്പാടമാക്കി വെച്ചിരിക്കുന്ന അറിവല്ല. പിന്നെയോ പരീശന്മാരും സദൂക്യർക്കും ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധത്തെക്കാൾ അധികം വലിയൊരു ബന്ധം നമുക്ക് ദൈവത്തോട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. वो ज्ञान यीशु मसीह कह रहे हैं, तुम्हारी बुद्धि ज्ञान के द्वारा जो तुम पढ़ते हो उसके द्वारा नहीं, फरीसी और शास्त्रियों को जो संबंध था उससे बढ़कर अगर तुम परमेश्वर के साथ संबंध बनाओगे, ये वो ज्ञान है। ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു, കോപിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്, മോഹിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്, ഇതെല്ലാം നമ്മൾ കേട്ടു. പഴയ നിയമത്തിൽ പറയുന്നത്, പുറത്തെന്തെങ്കിലും ചെയ്ത് തെറ്റുവരുത്തിയെങ്കിൽ അതിന് പരിഹാരമാകുന്ന അല്ലെങ്കിൽ പ്രതിക്രിയയാകുന്ന യാഗങ്ങൾ അർപ്പിച്ച് അതിൽ പരിഹാരം നേടണം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് നീ പാപം ചെയ്തുവെങ്കിൽ പുറത്തു ചെയ്യുന്നതിനേക്കാൾ ഭീകരമായ പാപമായ ദൈവം കണക്കാക്കണം.
हम देखते हैं, हमने पिछले दिनों पढ़ा क्रोध के बारे में, लोभ लालच के बारे के अंदर में जो पहले शिक्षा दी गई थी कि जो अगर वह व्यक्ति बाहर करता है ऐसा काम तो कोई ना कोई बलिदान कर सकता था, लेकिन यीशु मसीह से बढ़ के कह रहे हैं कि अगर तूने ये काम अगर हृदय बाहर किया भी नहीं, भीतर के हृदय के अंदर तूने सोच भी लिया, समझ भी लिया, तो तू पापी है, गुनहगार है। ലോകത്തിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും നോക്കി, അത് ഏത് മതക്കാരും ആയിക്കൊള്ളട്ടെ, ഹൈന്ദവരായിക്കൊള്ളട്ടെ, ബുദ്ധമതക്കാരായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ജൈന മതക്കാരായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അവരൊക്കെയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ അവർ പുറത്തു ചെയ്യുന്ന ചില കർമ്മങ്ങളാണ്. इस संसार में जितने भी धर्म है, बुद्ध है, जैन है, सिख है, जितने भी हैं, मुस्लिम धर्म है, वो सब कुछ कैसे प्रभु को प्रसन्न करना चाहते हैं, बाहर से कुछ क्रियाक्रम करके। അവർക്കാർക്കും പറയുവാൻ കഴിയുകയില്ല അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് ഇവർക്കാർക്കുമോ അവരുടെ പൂജാരിമാർക്ക് പോലുമോ പറയാൻ കഴിയില്ല. इनमें से कोई व्यक्ति नहीं कह सकता, ना तो इनको सिखाने वाला, समझाने वाला पुजारी भी नहीं कह सकता कि सर्वशक्तिमान, सर्वज्ञानी, सर्वव्यापी परमेश्वर मेरे अंदर निवास करता है। എന്നാൽ ദൈവ പൈതലെ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഥാർത്ഥ വിശ്വാസികളായി തീർന്ന, ദൈവ മക്കളായി തീർന്ന റെഡീംഡ് ചർച്ചിലെ ഏതൊരു ചെറിയ വിശ്വാസിക്കും പറയുവാനായിട്ട് പറ്റും, അത്യുന്നതനായ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, എന്റെ ഉള്ളത്തിൽ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന്. लेकिन प्रियो, मैं आपसे कहना चाहता हूं, जिस किसी ने भी यीशु मसीह को अपने उद्धारकर्ता स्वीकार किया है, प्रभु और उद्धारकर्ता माना है, वो व्यक्ति कह सकता है कि सर्वशक्तिशाली, सर्वव्यापी सृष्टिकर्ता परमेश्वर मेरे भीतर के मनुष्य में निवास करता है। സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിലർ കരുതുകയാണെന്നറിയോ, ചിന്തിച്ചു നോക്കിയോ, കുറച്ച് പാട്ടുകൾ പാടുന്നത് കൊണ്ട്, കുറച്ച് ബൈബിള് പഠിക്കുന്നത് കൊണ്ട്, കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ചർച്ചിൽ പോകുന്നത് കൊണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് കരുതുന്നുവെങ്കിൽ പലപ്പോഴും അത് തെറ്റിപ്പോകുന്നു. കാരണം നിന്റെ പുറത്തുള്ള ക്രിയകളെല്ലാം ദൈവം പ്രസാദിക്കുന്നത് നിന്റെ അകം മാറിയില്ലെങ്കിൽ, നിന്റെ ഹൃദയം മാറിയില്ലെങ്കിൽ, കർത്താവിന് ഇരിക്കുവാൻ പറ്റിയ ഒരു ഇരിപ്പിടമായി നിന്റെ ഹൃദയം തീരുന്നില്ല എങ്കിൽ കർത്താവിന് നിന്നിൽ വസിക്കുവാനോ നിന്നെ കർത്താവിന്റെ സാക്ഷിയാക്കി തീർക്കുവാനോ കഴിയുകയില്ല. आप में से जितने लोग अगर ये सोचते हैं कि हम चर्च जाते हैं, कुछ ऐसा जो प्रभु ने कहा वो करते हैं, ये सोच के कि प्रभु हमारा निवास करता है, मैं आपसे कहना चाहता हूं ऐसा नहीं है। जब तक मेरा आपका मन, भीतर का मनुष्य शुद्ध ना हो, प्रभु मेरा आपके अंदर में निवास नहीं कर सकता। प्रियो, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്തെന്നറിയാമോ? ലോകത്തിൽ ഒരു മനുഷ്യർക്കും ചെയ്യുവാൻ കഴിയാത്തത് നമുക്ക് ചെയ്യുവാൻ കഴിയും. इसका प्रभु यीशु परमेश्वर मेरे अंदर निवास करता है, उसका प्रमाण क्या है? वो है कि जो संसार में जो व्यक्ति नहीं कर सकता वो मेरा आप कर सकते हैं। ലോകത്തിലുള്ള മനുഷ്യർ ഭയക്കുന്നു, പക്ഷെ നമ്മൾ ഭയക്കത്തില്ല. ലോകത്തിലുള്ള മനുഷ്യർ കോപിക്കുന്നു, നമ്മൾ കോപിക്കത്തില്ല. ലോകത്തിലുള്ള മനുഷ്യർ നിരാശപ്പെടുന്നു, നമ്മൾ നിരാശപ്പെടത്തില്ല. ലോകത്തിലുള്ള മനുഷ്യർ ലോകത്തെ സ്നേഹിക്കുന്നു, നമ്മൾ ലോകത്തെ സ്നേഹിക്കത്തില്ല. ലോകത്തിലുള്ള മനുഷ്യർ പാപത്തിന്റെ മുമ്പിൽ കമഴ്ന്നു വീഴുമ്പോൾ പാപത്തെ ജയിക്കുവാനുള്ള ശക്തി നമ്മളിലുള്ള കർത്താവിന്റെ കൃപയാൽ നമുക്ക് ലഭിക്കും. ऐसे बहुत से काम है, जैसे क्रोध करना, लोभ लालच करना, संसार के बहुत से पाप मनुष्य देख के कर देता है, लेकिन परमेश्वर के संतान की ये प्रमाण है कि उसके मध्य के अंदर ये कोई काम वो करेगा नहीं और गवाह बन के बताएगा कि हाँ, वास्तव में परमेश्वर मेरे अंदर में निवास करता है। ലോകത്തിലുള്ള മനുഷ്യർ എന്ത് കണ്ടാലും ചില കാര്യങ്ങളിൽ നിരാശപ്പെടുന്നു. ലോകത്തിലുള്ള മനുഷ്യർ മറ്റുള്ളവരോട് കോപിക്കുന്നുണ്ട്. ലോകത്തിലുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ പിടിച്ചു വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവർ സ്വാർത്ഥരായി ജീവിക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ, കർത്താവിന്റെ കരുണ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുവാൻ കഴിയും. കർത്താവിന്റെ ദയ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുവാൻ കഴിയും. കർത്താവിന്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് കഴിയും. संसार के लोग बहुत जल्दी निराश हो जाते हैं, डर जाते हैं, भय खा जाते हैं, क्रोध कर देते हैं, स्वार्थी हो जाते हैं, लेकिन परमेश्वर की संतान इन सबके मध्य के अंदर में इन सब को जय प्राप्त करके आगे की ओर बढ़ता है। ये उसका प्रमाण है कि वो परमेश्वर के संतान है। ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് നിരാശയെ ജയിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പാപത്തെ വെറുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഭയത്തെ അതിജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ,
സഹോദര സഹോദരി, ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഈ വലിയവനായ കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളത്. एक बात मैं आपसे क्यों कहना चाहता हूँ, अगर आप बहुत जल्दी निराश हो जाते हैं, भयभीत हो जाते हैं, दूसरों से प्रेम नहीं कर पाते हैं, सहन शक्ति नहीं निभा पाते हैं, तो हम मैं और आप आज सोचने पाए क्या वास्तव में परमेश्वर हमारे अंदर निवास करता है क्या। You and I are called to be supernatural beings in this natural world. मेरा आप इस संसार के अंदर में परमेश्वर के द्वारा हम ऐसा काम जो दूसरे व्यक्ति नहीं कर सकते वो काम कर सकते हैं। When people see your life, they need to see a different personality in you. You are not acting or behaving like other human beings around you. लेकिन लोग देखना क्या चाहते हैं, जो दूसरे मनुष्य करते हैं संसार के अंदर में, वो मेरा आप नहीं करते हैं। वो एक फर्क, वो एक अलगपन हमारे अंदर में दिखना है। ഇന്നത്തെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്ക്. കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് ഇന്നത്തെ രാത്രി സംസാരിക്കും. आज की रात मेरा आप प्रभु से कहें, प्रभु मुझे तमाम संसार के लोगों से एक अलग मनुष्य बना के रख दो, ये हमारी प्रार्थना होना है। ഞാനൊരു കാര്യം കൂടെ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുകയല്ല. ഇന്ന് നമ്മുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ അതല്ല, വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവത്തിന്റെ സഭയെ എടുക്കുവാൻ ഇന്ന് കടന്നു വരുന്നെങ്കിൽ കർത്താവിനോട് പോകുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയണം. मैं आपसे कहना चाहता हूं, अगर आज यीशु मसीह आ जाए तो मेरा प्रभु के साथ उठा लिए जाए, वो जीवन मेरे राब का होना है प्रियो, यही मैं आपसे कहना चाहता हूं। കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഒരു ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. നീ എന്തിനു വേണ്ടി ജീവിച്ചു? നിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? നീ എനിക്ക് വേണ്ടി, നിനക്ക് തന്ന ജീവിതത്തിൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്റെ വചനത്തെ നീ എത്രമാത്രം സ്നേഹിച്ചു? मेरा आप जब प्रभु के सामने खड़े होंगे तो प्रभु यीशु मसीह एक ही सवाल मुझसे आपसे कहेगा, तूने मेरे लिए क्या किया, तूने जीवन को किस तरह बिताया है, ये प्रभु हमसे पूछेगा। എന്റെ വചനത്തിൽ നിനക്ക് പ്രിയമുണ്ടായിരുന്നോ? എന്റെ വചനത്തെ കേട്ട് അതിനെ അനുസരിപ്പാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു തന്നുവോ? അതാണ് കർത്താവ് ചോദിക്കുക. प्रभु पूछेगा, क्या तुम मेरे वचन से प्रेम करता था क्या? मेरे वचन जो सुनता था तो उसको मानता था क्या? उसके साथ चलता था क्या? ലോകത്തിൽ എത്ര പേരുണ്ടെന്നല്ല നമ്മുടെ വിഷയം. ലോകത്തിൽ എത്ര സമ്പത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. ലോകത്തിൽ എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ല. ലോകത്തിൽ എത്ര കോടി മനുഷ്യർ നമ്മുടെ പിന്നാലെ വന്ന് അനുഗാമികളായി ശിഷ്യരായി തീർന്നു എന്നുള്ളതല്ല. കർത്താവ് ചോദിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ എത്ര വിശ്വസ്തരായി നമ്മൾ ജീവിച്ചു എന്നാ, കർത്താവിന് നമ്മൾ എത്ര ഭയപ്പെട്ടു എന്നാ. संसार में कितने बड़े में और आगे मान सम्मानित हो गए, प्रभु ये नहीं पूछेगा। प्रभु यही देखेगा, क्या मेरा प्रभु के राह पे चल पाए, प्रभु की इच्छा के सर जी पाए, यही प्रभु सवाल मुझसे आपसे करेगा प्रियो। കർത്താവിന്റെ ജനമേ, കർത്താവ് നമ്മളെ പണിതെടുക്കുകയാണ്. കർത്താവ് നമ്മളിലെ കുറവുകൾ കാണിച്ചു തന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ വാസം ചെയ്യണമെങ്കിൽ, ഞാൻ നിന്നിൽ ഇരിക്കണമെങ്കിൽ, എനിക്ക് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയണമെങ്കിൽ നീ ഇപ്രകാരമായി തീർന്നേ പറ്റൂ. प्रभु मुझे और आपको बना रहा प्रियो, जैसा प्रभु चाहता बनाने के लिए प्रभु मुझे आपको बताता है, मेरा आप कहाँ कमियां घटी हैं। क्या तू अगर मेरे लिए इस्तेमाल होना चाहता, अच्छा पात्र बनना चाहता है, इन चीजों को दूर कर एक अच्छा पात्र बन जा। കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് തന്നിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയല്ല, അവനിൽ വസിക്കുക, അവൻ നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ അമാനുഷികരായി മാറും, നമ്മൾ വ്യത്യസ്തരായി മാറും. നമ്മുടെ ജീവിതം കൊണ്ട് അനേകർ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. परमेश्वर ने अपनी आत्मा हमको दिया है, वो आत्मा हमारे अंदर निवास करना है, तो अपने आप को वैसा तैयार करे ताकि मेरे और आपको परमेश्वर जैसा प्रभु चाहता है इस्तेमाल करे, अनेकों लोगों के लिए इस्तेमाल करे प्रभु। കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടു, കൊല്ലുന്നതല്ല കൊല്ലുന്നതല്ല കൊല ചെയ്യുന്നത്, കോപിക്കുന്നത് പോലും കൊല ചെയ്യുന്നതാണ്, കൊലപാതകമാണെന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. हमने पिछले हफ्ते देखा, हत्या करना नहीं, बल्कि जो कोई ഏത് വാക്യ പിന്നെ 21-ാമത്തെ വാക്യം, 5:21. पिछले हफ्ते हमने देखा मत्ती रचित सुसमाचार 5:21 में, तुम सुन चुके हो कि प्राचीन काल के लोगों ने कहा था कि हत्या ना करना, जो कोई हत्या करेगा वह कचहरी में दंड के योग्य होगा। लेकिन मैं तुमसे कहता हूं, जो कोई भाई पे क्रोध करेगा वो कचहरी में दंड के योग्य होगा।
അപ്പോൾ ആ വചനത്തിൻ്റെതായ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ പോലും കോപം വരുവാൻ തക്കവണ്ണം ഇടയാകരുത്. കോപം എത്ര ഗൗരവമാണെന്നും കോപിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും ദൈവവചനത്തെ റിബൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. इन वाक्य के द्वारा मुझे आपको पता चल जाता है कि मेरा आप अगर अत्यधिक क्रोध करते हैं तो प्रभु की इच्छा के विरोध में हम काम करते हैं। परमेश्वर नहीं चाहता वो कार्य मेरा आप करते हैं। ये पिछले हफ्ते मेरा आपने समझा है। കോപത്തെ ലാഘവത്തോടെ കാണുന്ന ഒരു വ്യക്തി അത് സാധാരണ മനുഷ്യരുടെ സ്വഭാവമാണെന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ ദാസനോ ദാസിയോ ആയിരിക്കാൻ കഴിയുകയില്ല, ദൈവ പൈതലായിരിക്കാൻ കഴിയുകയില്ല. കാരണം കോപം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ ഒന്നും കഴിയത്തില്ല. मैं आपसे कहना चाहता हूँ, कोप को साधारण से जो लेते हैं वह एक अच्छा विश्वासी दास नहीं बन सकता है, क्योंकि जो क्रोध मनुष्य करता है वो एक दिन बाहर आता है जो परमेश्वर वचन के खिलाफ है। അതുപോലെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, വ്യഭിചാരം ചെയ്യരുത് നിങ്ങളോട് അരുളി ചെയ്യുന്നല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടത് നമ്മളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. इसलिए हमने देखा 27-28 में लिखा है, तुम सुन चुके हो कि व्यभिचार ना कर, परंतु मैं तुमसे कहता हूं जो कोई किसी स्त्री पर कुदृष्टि डाले वो अपने मन में व्यभिचार कर चुका है। നമ്മുടെ മനസ്സിൽ പാപം കൊണ്ടുവന്ന് ഹൃദയത്തിൽ പാപം കൊണ്ടുവന്ന് അന്യ ജഡത്തെ മോഹിച്ചുകൊണ്ട് അരുതാത്തത് കണ്ടു രസിക്കുകയും അരുതാത്തത് കേട്ട് രസിക്കുകയും ഭാവനയിൽ അരുതാത്തത് കണ്ട് ചില പാപങ്ങൾ നമ്മൾ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. यो हमको समझना है कि बहुत से संसार के मोह माया लालच के अंदर में मेरा आप जो नहीं करना चाहते हमारे अंदर में शैतान लेके आता है, जो हम करते नहीं लेकिन जो मन में हम विचार करते हैं उसके द्वारा मेरा आप पापी हो जाते हैं। നാം കോപത്തെ ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടു. ഈ മോഹത്തെ അല്ലെങ്കിൽ ജഡത്തിന്റെ വികാരങ്ങളെ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. हमने पिछले हफ्ते देखा कैसे क्रोध पे हम जय प्राप्त करें, कैसे शरीर के अभिलाषों पे हम जय प्राप्त करें। ഒരു കാര്യം കേൾക്കണമേ സഹോദര സഹോദരി, നമുക്ക് മാറ്റം സംഭവിക്കേണ്ടത് സ്വർഗത്തിൽ ചെന്നിട്ടല്ല, നമുക്ക് മാറ്റം സംഭവിക്കേണ്ടത് ഈ ഭൂമിയിൽ വെച്ചാണ്. ഈ ഭൂമിയിൽ ദൈവവചനപ്രകാരം മാറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ വസിക്കുവാനായിട്ട് കഴിയൂ. मुझे आपके जीवन के अंदर परिवर्तन स्वर में जाके नहीं होना है प्रियो, समझना है परिवर्तन जब तक मेरा आप इस संसार में पृथ्वी में रहते हैं, परिवर्तन आज होना है हमारे जीवन में। നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ സ്വഭാവം വെച്ചുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? मेरा आप हम सब अपने अपने स्वभाव को जानते हैं। आज मेरा आप अगर प्रभु यीशु मसीह आ जाए या हमारी मृत्यु हो जाए तो मेरा आप सोचो, क्या मेरा प्रभु के पास जा पाएंगे क्या आज के स्वभाव के द्वारा? നിങ്ങൾ എങ്ങനെയായിരുന്നാലും സാരമില്ല, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ മതി. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ എത്തുമെന്ന് പ്രസംഗിക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ തിരുവചനമല്ല, അപ്പോസ്തലന്മാരല്ല. കാശുണ്ടാക്കുവാനും നിങ്ങൾ പിന്നാലെ വരണമെന്നും ആഗ്രഹിക്കുന്ന ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റുകളാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്. मैं आपसे कहना चाहता हूं, तुम जो जीवन बिता रहे हो कोई बात नहीं, केवल परमेश्वर का अनुग्रह आशीषों को प्राप्त करे सुसमाचार सुनाते हैं, टीवी के अंदर प्रचार करते हैं, ये व्यक्ति वास्तव के अंदर जो बाइबल में लिखा है उसका प्रचार नहीं करते प्रिय। അവരിൽ പലരും പ്രസംഗിക്കുന്നത് ദൈവം നമ്മളിൽ പ്രസാദിച്ചു എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ പണക്കാരനായി മാറും, നമ്മൾ ഒത്തിരി ആരോഗ്യമുള്ള ആളുകളായി മാറും എന്നുള്ളതാ. പക്ഷെ ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നതിന്റെ തെളിവ് സാമ്പത്തികമല്ല, ദൈവം പ്രസാദിക്കുന്നതിന്റെ തെളിവ് സൗഖ്യമല്ല. സാമ്പത്തികവും സൗഖ്യവും തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. एक बात सत्य जानना, वे लोग केवल यही प्रचार करते हैं परमेश्वर तुमसे प्रसन्न होता है, खुश है। उसका प्रमाण क्या है? तुमको संसार का निग्रह मिला है, तुमको चंगाई छुटकारा मिला है, लेकिन वचन के अनुसार देखा जाए तो यथार्थ सत्य नहीं है, ये उसका प्रमाण नहीं है प्रियो। കിടക്കുവാൻ ഇടമില്ലാത്തവനായിരുന്നു യേശു കർത്താവ്, നടക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ വാഹനമില്ലാത്തവനായിരുന്നു യേശു കർത്താവ്. എന്തിന്? മരിച്ചിട്ട് അടക്കുവാൻ തക്കവണ്ണം പോലും സ്വന്തം കല്ലറ ഇല്ലാത്തവനായിരുന്നു യേശു കർത്താവ്. हम देखते हैं कि सोने के लिए छत नहीं थे, यातायात के संसाधन नहीं थे, इतना ही नहीं, मरने के बाद में उस शरीर को रखने के लिए कब्र भी नहीं थी, वो था यीशु मसीह।
പലസ്തീനിൽ ജീവിച്ചിരുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യരായിരുന്നു അപ്പോസ്തോലന്മാര്. അപ്പോസ്തോലിക പദവിയിലേക്ക് കടന്നു വന്ന ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു പൗലോസ്. എന്നാൽ അപ്പോസ്തോലനായി തീർന്നപ്പോൾ അവനും ദരിദ്രനായി തീർന്നു. തനിക്കുള്ള സ്വത്തൊക്കെയും വിട്ടുകളഞ്ഞ് സാധുക്കൾക്ക് കൊടുത്തിട്ട് കർത്താവിന്റെ ക്രൂശിന്റെ പാതയിലേക്ക് വന്ന അപ്പോസ്തോലന്മാരെയാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുക. फलिस्तियों के अंदर में से सबसे गरीब गरीब थे यीशु मसीह के द्वारा चुने गए 12 चेले। पौलुस एक अमीर व्यक्ति था, लेकिन जब यीशु मसीह को जान लिया, उसने तमाम धन को गरीबों को देख के बांट के वो भी एक दरिद्र बन गया और प्रभु की सेवा करने लग गया। All through the centuries, if you see the men and women of God who followed Christ, look into their personal lives, you know, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്ക്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ നൂറ്റാണ്ടുകളിലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായിക്കൊള്ളട്ടെ, കർത്താവിന്റെ ശബ്ദം കേട്ടവനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഓരോ ദൈവമനുഷ്യന്റെയും ദൈവമനുഷ്യയുടെയും ജീവിതത്തിലേക്ക് നോക്കിയേ. അവരെല്ലാവരും ലോകത്തിന്റെ സമ്പത്തിനെ, ലോകത്തിന്റെ നിക്ഷേപങ്ങളെ വേണ്ടെന്ന് വെച്ച് ക്രൂശിന്റെ പാതയിലൂടെ, ദാരിദ്ര്യത്തിന്റെ പാതയിലൂടെ കർത്താവിന്റെ സാക്ഷികളായി തീർന്നു. पहली शताब्दी से लेके आज तक जितनी शताब्दी उनके अंदर में परमेश्वर के लिए निकले हुए तमाम मिशनरीज लोग के जीवन को मेरा आप देख ले, जांच ले। उन्होंने सब कुछ त्याग के, जीवन के संसार के अनुग्रहों को, आशीषों को त्याग के, क्रूस उठा के यीशु मसीह के पीछे चले हैं। वही है सच्चे परमेश्वर के भक्त। हालेलुया। എന്നെ കാണുന്ന ഒരു വ്യക്തി പറയണം, ഞാൻ കർത്താവിന്റെ ശിഷ്യനാണെന്ന്. അത് ഞാൻ ഇട്ടിരിക്കുന്ന സ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഷൂവിന്റെയോ ഞാൻ ധരിച്ചിരിക്കുന്ന ടൈയുടെയോ അല്ലെങ്കിൽ എന്റെ തലമേൽ വെച്ചിരിക്കുന്ന ഹാറ്റിന്റെയോ മഹത്വം കൊണ്ടുള്ള പിന്നെയോ എന്നിൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, എന്റെ ജീവിതത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഫലം, അതാണ് എന്നെ യേശുവിന്റെ സാക്ഷിയാക്കി ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ടത്. मेरा आप परमेश्वर के लिए गवाह है, तो उसका उदाहरण क्या है? मेरा आपने पहना हुआ कोट सूट बूट नहीं है, टाई नहीं है, हालेलुया, लेकिन पवित्र आत्मा के द्वारा मेरा आप इस संसार में जो जीवन बिताते हैं, वही उसका प्रमाण है कि मेरा आप परमेश्वर के संतान है। കർത്താവ് സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കുവാൻ കഴിയണം. കർത്താവ് കരുണ കാണിച്ചതുപോലെ എനിക്ക് കരുണ കാണിക്കുവാൻ കഴിയണം. കർത്താവ് സാധുക്കളെ സ്നേഹിച്ചതുപോലെ എനിക്ക് സാധുക്കളെ സ്നേഹിക്കുവാൻ കഴിയണം. പാപത്തിലേക്ക് കടന്നു പോകുന്ന ജനത്തെ പാപത്തിൽ നിന്ന് യേശു കർത്താവ് വിടുവിച്ചതുപോലെ നിങ്ങൾ മാനസാന്തരപ്പെടുവീരെന്ന് കർത്താവ് പ്രസംഗിച്ചതുപോലെ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയണം. അതാണ് എന്നെ ഒരു കർത്താവിന്റെ ദാസനാക്കി മാറ്റുന്നത്. इसलिए जीवन के अंदर में समझना, जैसे प्रभु यीशु मसीह ने जीवन बिताया, उसका स्वभाव था वैसा मेरा स्वभाव हो। जैसे यीशु मसीह ने क्षमा किया, वैसे मैं दूसरों को क्षमा कर पाऊं। जैसे यीशु मसीह ने प्रभु का वचन को प्रचार करके लोगों को मन फिराव का प्रचार किया, वैसा ही मेरा आप करे, तो ही हम बोल सकते प्रियो। കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര വന്നത്. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്ക്. കർത്താവ് ഈ ലോകത്തിലല്ല അവന്റെ സാമ്രാജ്യം വേണ്ടത്. കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് കാർണൽ, മൈ കിങ്ഡം ഈസ് നോട്ട് ഫിസിക്കൽ. എന്റെ രാജ്യം ആത്മീകമാണ്. ഞാൻ ഈ ലോകത്തിന് വേണ്ടി വന്നവനല്ല. ഞാൻ ഈ ലോകത്തിൽ രാജാവാകുവാൻ നിൽക്കുന്നവനല്ല. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ രാജാവാക്കുവാൻ തക്കോണം പുരുഷാരം വന്നപ്പോൾ അവിടെ നിന്നും മാറിപ്പോയവനാണ് നമ്മുടെ കർത്താവ്. हम देखते हैं यीशु मसीह ने कहा, मैं संसार में पिता की इच्छा को पूरा करने के लिए आया हूँ। मेरा जो है राज्य है वो संसार का नहीं है, मेरा राज्य एक आत्मिक है। इसलिए यीशु मसीह ने अपने आने वाले पीछों को सिखाया कि वास्तव के अंदर में प्रभु का राज्य क्या है। നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ പറയണം, we don't belong to this world, our eternal life is not in this world, we are here for a temporal time. ഒരു ക്ഷണികമായ കുറച്ച് കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ നിത്യവാസം കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കണം. അവിടത്തേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം അനുദിനം തയ്യാറായിക്കൊണ്ടിരിക്കണം. मुझे आपको देखने वाला कहना है प्रियो कि ये व्यक्ति संसार का नहीं है। प्रियो, मेरा आप इस संसार में तात्कालीन है, कुछ दिनों के लिए है, परदेशी है। मेरा आपका लक्ष्य उस आत्मिक हालेलुया राज्य में प्रवेश करने का है। हालेलुया। അതുകൊണ്ടാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മരണത്തിന് ശേഷം നിത്യനരകത്തിൽ വീഴാതിരിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരാക്കി എങ്ങനെ തീർക്കണമെന്നാണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. मेरा आप किस तरह परमेश्वर के राज्य के एक नागरिक बन सकते हैं, कैसे मेरा आप अपने जीवन को तैयार कर सकते हैं ताकि मेरा आप अनंतकालीन नरक में ना जाए। यीशु मसीह के पहाड़ी उपदेश का शिक्षाएं प्रियो इसी के लिए है।
കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് ഹല്ലേലൂയ ദൈവവചനപ്രകാരം അല്ലെന്ന് വചനം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. इसलिए हमने देखा कि किसी को त्याग देना, डाइवर्स कर देना, ये परमेश्वर के वचन में नहीं है। ഇന്ന് പലപ്പോഴും സഭയ്ക്കകത്ത് പോലും ദൈവദാസന്മാരെന്നും ദൈവദാസിമാരെന്ന് പറയുന്നവർ പോലും ആ വലിയ പാപം ചെയ്തിട്ടും വീണ്ടും തങ്ങളെ തന്നെ ദൈവമക്കളെന്നും ദൈവദാസന്മാരെന്നും പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. इस संसार में ऐसे काम करके, तलाक देने के बाद भी ऐसे काम करके भी आज भी वो लोग कहते हैं कि परमेश्वर की संतानें बेटे बेटी हैं। കഴിഞ്ഞ ക്ലാസ്സുകൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അതുണ്ട്, നിങ്ങൾ കടന്നു പോയിട്ട് അതെല്ലാം കേൾക്കണമേ എന്ന് ഞാൻ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. इसलिए क्लास को जिन्होंने नहीं सुना है, यूट्यूब के अंदर वो पड़ा हुआ है, मैं आपसे कहना चाहता हूँ आप लोग उसको वहां से सुन सकते നമ്മൾ हैं। ഇന്ന് പഠിക്കുവാൻ പോകുന്ന 33-ാമത്തെ വാക്യത്തിൽ നിന്ന് आज मेरा आप जो पढ़ने जा रहे हैं वो मत्ती रचित सुसमाचार 5 के 33 अध्याय 33 वाक्य 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുകയാണ്. 33 से लेके 37 तक इस तरह लिखा गया है। കള്ളസാത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അതവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചാണ്. उसका 33 से लेके 37 तक हम पढ़ते हैं। फिर तुम सुन चुके हो कि पूर्व काल के लोगों से कहा गया था, झूठी शपथ न खाना, परंतु प्रभु के लिए अपनी शपथ को पूरी करना। परंतु मैं तुमसे कहता हूं, कभी शपथ न खाना, न स्वर्ग की क्योंकि वह परमेश्वर का सिंहासन है, न धरती की क्योंकि वह उसके पांव की चौकी है, न यरूशलेम की क्योंकि वह महाराजा का नगर है। अपने सिर की शपथ न खाना, क्योंकि तू एक बाल को भी न उजाला न काला कर सकता है, परंतु तुम्हारी बात हाँ की हाँ और या ना की ना हो, क्योंकि जो कुछ इससे अधिक होता है बुराई से होता है। സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കള്ളം പറയുന്നത് ഇത്ര വലിയ പാപമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് നമ്മുടെ മധ്യത്തിലുണ്ട്? मैं आपसे एक सवाल पूछना चाहता हूँ, झूठ बोलना एक बहुत बड़ा पाप है, कितने हम में से विश्वास करते हैं इस बात को? ഈ കോപിക്കുന്നത് പാപമാണെന്ന് ഈ വചനം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? क्रोध करना पाप है, ये वचन पढ़ने से पहले क्या मुझे और आपको मालूम था क्या? മോഹിക്കുന്നത് പാപമാണെന്ന് ഈ വചനം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? लोभ लालच या मोह जीवन में आना क्या वचन पढ़ने से पहले मुझे और आपको मालूम था क्या? നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ബാങ്ക് കൊള്ളയടിക്കുന്നത്, ആരെങ്കിലും കുത്തിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ സാധുക്കളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്, ഇതൊക്കെയാണ് നമ്മളെ നരകത്തിലെത്തിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. साधारण समय आप सोचते हैं किसी की हत्या कर दो, बैंक लूट लो, व्यभिचार कर लो, यही पाप होता है। പക്ഷെ നമ്മളിവിടെ കേട്ടു കോപിക്കുന്ന വ്യക്തി നിത്യനരകത്തിലെത്തുമെന്ന്, മോഹിക്കുന്ന വ്യക്തി നിത്യനരകത്തിലെത്തുമെന്ന് കർത്താവാണ്, സാക്ഷാൽ കർത്താവാണ് നമ്മളോട് പറഞ്ഞത്. इसलिए लेकिन हमने यहाँ देखा है कि जो मनुष्य इस संसार में क्रोध करता है, जो मनुष्य संसार की बातों का मोह करता है, वो परमेश्वर के राज्य में नहीं बल्कि नरक में दाखिल दिया जाएगा। നിങ്ങൾക്കറിയില്ലെങ്കിലോ നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്ക്. ഇത് യേശു കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ്. अगर तुम्हें मालूम नहीं है तो तुम पढ़ के देखे, किसी और ने नहीं कहा प्रियो, यीशु मसीह स्वयं ने कहा है। അതേ കർത്താവ് പറയുന്നു, നിങ്ങൾ കള്ളസത്യം ചെയ്യരുതെന്ന്. നിങ്ങൾ പറയുന്നത് ഉവ്വ ഉവ്വ അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് മാത്രമായിരിക്കണം. इसलिए यीशु मसीह यहाँ पे जो वाक्य हमने पढ़ा 33 में कहा, तुम कभी झूठी शपथ न खाना, शपथ भी मत खाना, तुम्हारी बातें हाँ की हाँ ना की ना हो। ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഒരിക്കലും കള്ളം പറയുന്ന വ്യക്തിയല്ലെന്ന്? मेरा आप यहाँ बैठे हमें से कितने बोल सकते हैं मेरा आपने कभी झूठ नहीं बोला है? നമ്മൾ കള്ളം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സത്യത്തെ നമ്മൾ മറച്ചു വെക്കുകയാണ്. मेरा आप जब झूठ बोलते हैं तो हम क्या कर रहे हैं? सत्य को हम छुपा देते हैं। നമ്മൾ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? നമ്മൾ സത്യം പറയാതിരിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. जो सत्य में आप नहीं बोलते हैं क्योंकि कुछ बातों से मेरा आप भय खाते हैं। നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സത്യം പറയാതിരിക്കുന്നത്.
कई बार मेरा आप सोचते सत्य बोलेंगे तो कुछ नष्ट हो जाएगा, सत्य बोलेंगे तो कोई हमारा विरोध करेगा, कोई हमको परेशान करेगा, इसलिए शायद मेरा आप सत्य नहीं बोलते हैं। സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാകണമെന്നില്ല. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. मुझे आपको समझना, मेरा आप जो काम करते हैं हमेशा बिल्कुल सही हो ऐसा हो नहीं सकता है, क्योंकि मेरा आप कोई भी सिद्ध नहीं है। നമ്മൾ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും പ്രസാദകരമാകണമെന്നില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നല്ല നമ്മൾ ചെയ്യുന്നതൊക്കെയും. मेरा आप जो करते हैं सबको प्रसन्न करे, सबको अच्छा लगे, ऐसा भी नहीं हो सकता है। നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല മറ്റു പലരും പലതും ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ല മറ്റു പലരും പലതും സംസാരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതല്ല മറ്റു പലരും വിശ്വസിക്കുന്നത്. मेरा आप जैसा करते हैं वैसा दूसरे नहीं करते हैं, जैसा मेरा आप सोचते हैं वैसा दूसरे नहीं सोचते हैं, ये हमको समझना है। നമ്മളപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുവാനോ, എല്ലാവരും വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുവാനോ, എല്ലാവരും പറയുന്ന പോലെ പറയുവാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. इसलिए मुझे आपको समझना है, जो जैसा वो करते वैसा मेरा आप करे, जैसा विश्वास करता है वैसा मेरा आप करे, ये हमसे हो नहीं सकता है। മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദർശനങ്ങളിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പിലും വേണം നമ്മൾ ജീവിക്കാൻ. दूसरों के विश्वास पे आधारित होकर मैं आप ना जिए, प्रभु ने जो मेरे आप के अंदर में विश्वास रखा है उसको रख के मेरा आप संसार में जीना है। കർത്താവിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച്, ലൈറ്റ് അനുസരിച്ച് നാം നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ മറ്റു പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യുവാൻ തോന്നി എന്ന് വരികയില്ല. मेरा आपको परमेश्वर वचन दिया है, उस वचन के अंदर जो रोशनी हमको मिला है उसके अनुसार मेरा आप चले जिए, हो सकता है कि उसको दूसरा कबूल ना करे। നമ്മൾ എന്തിനാ കള്ളം പറയുന്നതെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, മറ്റുള്ളവർ നമ്മൾ പറയുന്നത് ശരിയെന്ന് വിശ്വസിക്കണം, അതിനുവേണ്ടിയല്ലേ. मेरा आप क्यों कई बार हम ऐसा करते हैं ताकि वो व्यक्ति हमको स्वीकार कर ले, वो व्यक्ति जो हम बोलते हैं उसको विश्वास कर ले, इसलिए कई बार मेरा आप झूठ बोलते हैं। ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 33-ാമത്തെ വാക്യം, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. इसलिए प्रभु यीशु मसीह कह रहे हैं, मैं तुमसे कह चुका हूं कि पूर्व काल में लोगों से कहा गया था कि झूठी शपथ ना खाना, परंतु परमेश्वर के लिए शपथ को पूरा करना। പഴയ നിയമത്തിൽ കള്ളം പറയരുത് എന്നൊരു കമാൻഡ്മെന്റ് ഇല്ല. പഴയ നിയമത്തിലെ കമാൻഡ്മെന്റ് കള്ളം പറയരുതെന്നല്ല. പഴയ നിയമത്തിലെ നിയമം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാര്യം സത്യം ചെയ്തെങ്കിൽ അത് നിവർത്തിക്കണം. पुराने नियम के अंदर में झूठ नहीं बोलना ऐसा नहीं है, पुराने नियम के अंदर ऐसा है, अगर तुमने कुछ बोला है तो उसको पूरा करना है। ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പറയുകയാണ്. കള്ളം പറയരുതെന്ന് പഴയ നിയമത്തിൽ കൽപ്പനയില്ല. പക്ഷേ പഴയ നിയമത്തിലെ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ അത് നീ ചെയ്യണം, അതാ കൽപ്പന. ध्यान से हमको समझना है, प्रभु ने पुराने नियम में झूठ नहीं बोलना है ऐसी एक आज्ञा नहीं दिया है, लेकिन आज्ञा ऐसा दिया है, अगर तूने कुछ मुंह से बोला है तो उसको पूरा करना है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നാൽ പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുകയാണ്. ഇവിടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു, 37-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. लेकिन यीशु मसीह यहाँ 37 वाक्य में कह रहे हैं, तुम्हारी बात हाँ की हाँ या ना की ना ही होना है। എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. इसलिए मेरा आप पर अपने पड़ोसी को, किसी और को हम कुछ अगर बोलते हैं तो उसको हमें समझाने की जरूरत नहीं है, जो हमने बोला है वही सत्य है। നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടില്ലേ, അവരൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് നമ്മൾ പറയാറില്ലേ? हम देखते हैं कई बार हम किसी व्यक्ति के लिए बोलते हैं कि देखो उसने जो बोल दिया वो बोल दिया है। ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചിലർ ചോദിക്കത്തില്ലേ, ഞാനത് എഴുതി തരണോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയത്തില്ലേ, വേണ്ട വേണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കത് വിശ്വാസമാണ്. कई बार वो व्यक्ति कहता नहीं मैं लिख के दूं क्या, हम बोलते नहीं लिखने की जरूरत नहीं है, आपने जो बोल दिया वो बोल दिया, हमने विश्वास कर लिया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസികളാകുന്ന നമുക്ക് എത്ര പേർക്ക് ഈ ഉറപ്പോടെ പറയാൻ പറ്റും, ഞാനൊരു കാര്യം പറഞ്ഞതാണ്? मेरा आप अगर विश्वासी तो मेरा आपको हम में से कितने बोल सकते हैं, मैंने जो बोल दिया वो वैसा ही बोला है, बोल दिया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ഉറപ്പോടൊരു വ്യക്തിക്ക് പറയുവാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി ഒരു വില കൊടുക്കുന്ന വ്യക്തി. അതുകൊണ്ടാ
अगर एक व्यक्ति को ऐसा बोलना है तो समझना है वो व्यक्ति इसके लिए कीमत चुकाने वाला व्यक्ति है। ആ വ്യക്തി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. वो व्यक्ति सत्य के लिए खड़ा रहने वाला व्यक्ति है। ഇപ്പൊ വചനത്തിൽ പറയുന്നു സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. इसलिए प्रभु का वचन कहता है अगर तूने कुछ बोला है तो नुकसान हुआ है तब भी पीछे नहीं हटना है। സങ്കീർത്തനത്തിൽ പറയുകയാണ് അവന്റെ കൂടാരത്തിൽ ആര് വസിക്കും, അവന്റെ ആലയത്തിൽ ആര് വസിക്കും, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു 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 കണ്ടീഷനാണ് പറയുന്നത്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. इसलिए भजन संहिता में लिखा है उसके निवास स्थान में कौन रह सकता है, उसके पर्वत पर कौन पहुंच सकता है। वहां आगे लिखा है जो कोई उसने कुछ बोला है तो उसको अगर नुकसान हो तब भी उसको पूरा करेगा वो। നമ്മൾ ഒരിക്കലും അഭിനയിക്കുവാനായിട്ട് ശ്രമിക്കരുത് സഹോദരങ്ങളെ. ഇല്ലാത്ത ഒന്നിനെ ഉള്ളതാക്കി കാണിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് അഭിനയിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കരുത്. कभी भी मेरा आप दिखावा ना करे, हमारे पास कुछ नहीं है तो हम हमारे पास कुछ है करके दिखाने का प्रयत्न ना करे प्रियो। നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? ജീവിതം അവസാനിക്കുന്നത് വരെ ആ കള്ളം ഓർത്തിരിക്കേണ്ടി വരും. കാരണം പിന്നീട് ആരെപ്പോ ചോദിച്ചാലും പറഞ്ഞത് തന്നെ പിന്നെയും പറയണമെങ്കിൽ ആ കള്ളം ഓർത്തിരുന്നേ പറ്റൂ. अगर हमने झूठ बोला है तो एक बात हमेशा याद रखना, मरने तक उस बात को याद रखना है कि हमने वो झूठ बोला था। इसलिए आगे भी अगर कोई पूछेगा तो वही हमको बोलना है, इसलिए उसको याद रखना पड़ेगा हमको। അങ്ങനെയാണ് ജീവിതത്തിൽ മുഴുവനും കള്ളം പറയുന്ന ഒരു വ്യക്തി എന്തുമാത്രം ഓർത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. अगर ऐसा है तो अगर एक व्यक्ति बहुत से अगर झूठ बोलता है तो उसको कितनी बातों को मरने तक याद रखना पड़ेगा। എന്നാൽ സത്യം മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. 10 വർഷം മുമ്പ് പറഞ്ഞ സത്യം തന്നെയായിരിക്കും 500 വർഷം കഴിഞ്ഞാലും പറയുന്നത്. लेकिन सत्य बोलने वाला व्यक्ति को याद करके रखने की जरूरत नहीं है, क्योंकि 10 साल के बाद भी वो वही सत्य बोलेगा जो उसने 10 साल पहले बोला था। നമുക്കറിയാം കർത്താവ് സത്യമാണെന്നറിയാം. നാം സത്യം പറയുമ്പോൾ നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. मुझे आपको मालूम है कि परमेश्वर सत्य बोलने वाला है। मेरा आप सत्य बोलता प्रभु के साथ रहने वाले हैं हम। യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, പിശാചിനെ കുറിച്ച് പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാകുന്നുവെന്ന്. इसलिए हम देखते हैं यूहन्ना रचित सुसमाचार 8:44 के अंदर प्रभु कहता है शैतान कौन है, वो है झूठ बोलने वाला है, वो स्वभाव से झूठ बोलता है, वो झूठ बोलने वाला का पिता है। അപ്പോഴൊന്ന് ഓർത്തു നോക്കിയേ, ഞാൻ ചില സമയത്ത് സത്യം പറയും, ചില സമയത്ത് കള്ളം പറയുമെങ്കിൽ ഞാൻ ചില സമയത്ത് ദൈവത്തിന്റെ കൂടെ നിൽക്കും, ചില സമയത്ത് സാത്താന്റെ കൂടെ നിൽക്കും. कई बार मैं अगर सत्य बोलता हूँ, कई बार मैं अगर झूठ बोलता हूँ। इसका अर्थ क्या है, मैं कुछ समय प्रभु के साथ रहता हूँ और कुछ समय शैतान के साथ रहता हूँ। ചില സമയത്ത് ഞാൻ ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കും, ചില സമയത്ത് ഞാൻ കള്ളം പറഞ്ഞ് ലോകത്തിന്റെ വഴികളിൽ പിശാചിന്റെ കൂടെ നടക്കും. कई बार हल्लेलुया बोल के प्रभु के साथ रहता हूँ, कई बार झूठ बोल के मैं संसार के अंदर संसार के लोगों के साथ में शैतान के साथ रहता हूँ। ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഈ ഒരു ബന്ധനത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇനി എന്റെ നാവിന്മേല് കള്ളം പറയുവാൻ, ഭോഷ്ക് പറയുവാൻ എനിക്ക് ഇടയാകാറ് അങ്ങയുടെ കൃപ എന്റെ നാവിന്റെ മേൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിച്ചാണ്. आज मेरे शब्दों को सुन रहे हम में से कोई व्यक्ति भी अगर इस बुराई से पीड़ित है तो प्रभु से कहे, प्रभु मेरे जीभ को झूठ बोलने से प्रभु आप अच्छाई रखना, मेरे जीभ को झूठ बोलने के लिए मैं इस्तेमाल ना करो। ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സത്യം പറയുമ്പോൾ 2 അടി പപ്പ തന്നാലും 2 അടി മമ്മി തന്നാലും ശരി, നിങ്ങൾ വിഷമിക്കരുത്. അടി കിട്ടി കഴിയുമ്പോൾ കർത്താവിനോട് പറഞ്ഞ, അപ്പച്ച അവിടുന്ന് സത്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ്, സാരമില്ല എനിക്ക് 2 അടി കിട്ടി, നരകത്തിൽ പോയി കിടന്ന് എരിയുന്നതിനേക്കാൾ എത്ര നല്ലതാ അത്. इसलिए हमेशा मैं अपने बच्चों को बोलता हूँ, तुम अगर अपने माता पिता के सामने सत्य बोलना है तो सत्य बोले। हो सकता है कि 2 डंडे तुम्हें पड़ जाए, 2 डंडे भी खा के सत्य बोलना, लेकिन सत्य बोला है तो उसके बाद के अंदर में तुम्हारे मन के अंदर में तुम बोल सकते हो परमेश्वर से, हे परमेश्वर मैंने अपने पिता माता के सामने सत्य बोला था, इसलिए मुझे 2 डंडे पड़े हैं, इसलिए मैं नरक तो नहीं जाऊंगा, मैं जाऊंगा स्वर्ग में। സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയേക്കാം, നഷ്ടങ്ങൾ പറ്റിയേക്കാം, വീഴ്ചകൾ പറ്റിയേക്കാം. എന്നാൽ നിങ്ങൾ സത്യത്തിന് വേണ്ടി സത്യം പറയുവാൻ തക്കോണം നിൽക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന കോൺസിക്വൻസസിൽ നിന്ന്, അതിനുണ്ടാകുന്ന പരിണിത ഫലത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. मैं आपसे कहना चाहता हूँ सत्य बोलने के कारण बहुत सा नुकसान मुझे आपको उठाना पड़ सकता है, लेकिन झूठ बोलने की जो सजा है उस सजा से मेरा बच सकते हैं। ഞാനൊരു കാര്യം പറയട്ടെ,
നിങ്ങൾ സത്യം പറയുവാൻ പോകുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല, ഞാൻ സത്യം സംസാരിക്കുവാൻ പോവുകയാണ്, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയോടെ പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് നിന്നെ സൂക്ഷിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവർ നിന്നെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. मैं आपसे कहना चाहता हूँ प्रियो, सत्य बोलने के समय अगर मेरा प्रभु के पास जाएंगे, प्रभु मैं सत्य बोल रहा हूँ, इसके लिए मुझे बहुत सी कीमत चुकानी पड़ेगी, लेकिन याद रखना प्रियो, अगर मेरा आप सत्य बोलेंगे तो प्रभु मेरी आपकी सहायता करेगा। दूसरे लोग के मध्य में लोग समझ जाएंगे कि मेरा आप वास्तव में सत्य बोलने वाले हैं। നമ്മൾ ചിലരുണ്ട്, ചിലരുടെ ഒരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയാമോ? അവർ കള്ളം പറയത്തില്ല, പക്ഷെ കള്ളം അഭിനയിക്കും. हमारे अंदर में एक दूसरा स्वभाव है, हम झूठ बोलेंगे नहीं, लेकिन झूठ बोलने का हम दिखावा करेंगे। നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം? കള്ളം പറഞ്ഞാലല്ലേ ഉള്ളൂ കുഴപ്പം. കള്ളം പറയാതെ എനിക്ക് വേണമെങ്കിൽ തലയാട്ടി കാണിക്കാം, അല്ലെ തല കുലുക്കി കാണിക്കാം, അപ്പൊ ഞാൻ കള്ളമൊന്നും പറയുന്നില്ലല്ലോ. ऐसा हम सोचते हैं कि हम मुंह से झूठ बोलेंगे तो झूठ है, इसलिए हम मुंह से बोलेंगे नहीं, सर हिला के ऐसे ऐसे हम कर देंगे। നമ്മളെ പിള്ളേരോടൊക്കെ ചോദിക്കത്തില്ല, നീ അത് ചെയ്തോടാന്ന് ചോദിക്കുമ്പോ ചെയ്തില്ലെന്ന് പറയത്തില്ല, കാണിക്കും. അപ്പൊ ചെയ്തെന്നോ ചെയ്തില്ലയോ അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കുന്നവർ കരുതിക്കോട്ടെന്ന് വിശ്വസിക്കും. हम अगर बच्चे से पूछेंगे तूने ये किया है क्या, तो बच्चा मुंह से बोलेगा नहीं, लेकिन ऐसे करेगा, तो हो सकता है कि हाँ किया है ना किया है। അതിനുള്ള അപകടം ഒരു വലിയ അപകടമാണെന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ये बहुत बड़ा नुकसान है, ये परमेश्वर वचन में से मैं आपको बताना चाहता हूँ। അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസിന്റെയും സഫീറയുടെയും കഥ നമുക്കറിയാം. मेरा आप जानते प्रेरित किताब के अंदर में 5वें अध्याय के अंदर हनिया और सफेरा की कहानी। നമുക്കറിയാം, പുതിയ നിയമ സഭ, ആ സഭ സ്ഥാപിതമായ പെന്തിക്കോസ്തി നാൾ കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. കർത്താവിന്റെ ആത്മാവ് അതിന്റെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. मुझे आपको मालूम है, पहली शताब्दी के अंदर में परमेश्वर के द्वारा चुने हुए, लहू से शुद्ध किए हुए, पवित्र आत्मा के द्वारा चलने वाली एक कलीसिया थी, पहली शताब्दी की कलीसिया, जिसका नेतृत्व पत्रोस और उसके साथी प्रेरित करते थे। അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും തങ്ങളുടെ സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് ആ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മധ്യത്തിലും വീതിച്ചെടുക്കും, എല്ലാവർക്കും കൊടുക്കും. അതുകൊണ്ട് സാധുക്കൾ ആരും ആയിട്ടുമില്ല, കാരണം അവരെല്ലാവരും കരുതിയിരുന്നത് കർത്താവ് ഉടനെ വരുമെന്നായിരുന്നു. इसलिए हम देखते हैं कि प्रेरितों के 4थे अध्याय के अंतिम वाक्यों के अंदर में हम यहाँ पढ़ते हैं कि जिनके पास कुछ भी था वो लोग ला के बेच के प्रेरितों के पांव में रखते थे, और जो गरीब होता था उसकी आवश्यकता के अनुसार उन्हें दे दिया जाता था। इसलिए वहां पढ़ते हैं कि वहां पे उस समय कोई भी व्यक्ति जो है वो गरीब नहीं था। അവരൊക്കെ കരുതിയിരുന്നത് കർത്താവ് ഉടനെ വരുമെന്നുള്ള ചിന്തകളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. क्योंकि वो सोचते थे कि वो यीशु मसीह उनके समय के अंदर ही आएगा, इसलिए उनको वैसा जीना है। അതുകൊണ്ട് എന്നാൽ നമുക്ക് ഈ അനന്യാസിനെയും സഫീറയെ കുറിച്ചും അറിയാം. ഇത് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ വളരെ ധനമുള്ള മനുഷ്യരായിരുന്നു. കാരണം അവർ ഒരു നിലം വിട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവർക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടികളിലൊക്കെ ഒരു നിലം വിറ്റുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. हम देखते हैं कि यहाँ पे जो हमने 5वें अध्याय में हनिया और सफीरा के बारे के अंदर में, वे व्यक्ति भी उस बात को जानते थे, वे व्यक्ति एक धनी परिवारों में से थे, इसलिए क्योंकि वहां लिखा है कि उन्होंने अपनी कुछ भूमि बेची, इसका अर्थ और भी बहुत सी भूमि उनके पास थी। എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി അവർ എന്ത് ചെയ്തെന്നറിയാമോ? അവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് ആ വിറ്റ പൈസയുടെ കുറച്ചെടുത്ത് കൈ വെച്ചിട്ട് ബാക്കി പൈസയും കൊണ്ട് ചർച്ചിലേക്ക് വന്നിട്ട് ആ ക്യൂവിനകത്ത് നിൽക്കുകയാ. കാരണം തങ്ങൾക്കുള്ളത് മൊത്തം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ വെക്കുന്ന സാധുക്കളായിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തില് ഇവരും വന്ന് അവരുടെ ക്യൂവിൽ നിൽക്കുകയാണ്. എന്താണ്? ആക്ട് ചെയ്യുകയാണ്. തങ്ങൾക്കുള്ളത് മുഴുവനും വിറ്റ് കൊണ്ടുവന്നു എന്നുള്ള ആക്ടില്. यहाँ पे हम देखते हैं कि ये दोनों क्या कर रहे हैं, जितनी एक भूमि उन्होंने बेची थी उसमें से कुछ दाम को उन्होंने अपने पास रख लिया, और बहुत से लोगों ने ऐसा किया था। एक लाइन लगी हुई थी, जो अपनी भूमि अपनी संपत्ति बेच के वहां खड़े थे, उसके अंदर ये व्यक्ति भी जाके खड़े हो गए, ये दिखावा करने के लिए हमने भी सब कुछ बेच दिया है और हम ये लेके आए हैं।
മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച സഹോദരങ്ങളെ. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശമായിരുന്നില്ലയോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. हम यहाँ पढ़ते हैं उसके 3 और 4 आयत में पत्रोस ने कहा, हे हननिया, शैतान ने तेरे मन में ये बात क्यों डाली कि तू पवित्र आत्मा से झूठ बोले और भूमि के दामे से कुछ रख छोड़े? जब तक वो तेरे पास थी क्या तेरी नहीं थी? जब गिक गई तो क्या तेरे वश में नहीं थी? तूने ये बात अपने मन में क्यों सोची? तूने मनुष्यों से नहीं परमेश्वर से झूठ बोला है। അനന്യാസ് കൊണ്ടുവന്ന് പണം കൊടുക്കണമെന്ന് അപ്പോസ്തലന്മാർ ആരും പറഞ്ഞില്ല. हालेलुया. अनन्यास ने जो भूमि बेची थी उसका पैसा लेके प्रेरितों के पास आने के लिए प्रेरितों ने नहीं बोला था। ആരും ആരോടും പറഞ്ഞില്ല നിങ്ങൾക്കുള്ളത് വിൽക്കുവാൻ. അവർ സ്വമനസ്സാലെ ചെയ്തതാണ്. കർത്താവിന് വരാൻ പോകുന്നു, ഞങ്ങൾക്കുള്ളത് ഈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം എടുത്ത തീരുമാനങ്ങളാണ് ഓരോരുത്തർ അവർക്കുള്ളത് വിറ്റത്. വിൽക്കാത്തവരും ഉണ്ടാകാം. അതാ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്. നിങ്ങളോട് ഇത് കൊണ്ടുവരാൻ ആരും പറഞ്ഞില്ല. വിറ്റതിന് ശേഷം നിങ്ങളുടെ കയ്യിലല്ലായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നിട്ട് ഇത് അഭിനയിക്കുന്നത്? എന്തിനാണ്? हम देखते हैं किसी को भी प्रेरितों ने नहीं बोला था कि तुम अपना कुछ बेच के यहाँ पे लेके आओ। स्वयं जीवन के अंदर में यीशु मसीह आने वाले हैं, इसलिए ये संसार में जो कुछ उसका फायदा क्या अगर यीशु मसीह आ जाएगा, इसलिए लोगों ने अपने मन से ही हृदय से ही बेच के प्रेरितों के पास लेके आए थे। इसीलिए ही हम देखते हैं कि अब पत्रोस हनन्याह से कह रहा है, पहले भी तेरी थी, बेचने के बाद भी तेरी थी, फिर तूने क्यों झूठ बोला? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നത്തെ ചർച്ചകളിലെങ്ങാണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ വിറ്റതിന്റെ പകുതി എടുത്ത് വെച്ചിട്ട് ബാക്കി പകുതി കൊണ്ടുവന്ന് കൊടുത്താൽ തന്നെയും ഇന്നത്തെ ചർച്ചിലായിരുന്നെങ്കിൽ പറഞ്ഞേനെ എന്തൊരു ഫന്റാസ്റ്റിക് കാര്യമാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എൽഡറാക്കിയനെയും മൂപ്പനാക്കിയനെയും ചിലപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററുമാക്കിയനെയുമായിരുന്നു. आज के समय के अंदर इस तरह अगर कोई व्यक्ति करे तो वहां पर पादरी बड़ा तारीफ करेगा उसकी, अरे अरे तू इतना लेके आया प्रभु के पास में। हो सकता है कि उस चर्च के अंदर उसको कोई बड़ा पद दे दे, हो सकता है कि उसको असिस्टेंट पास्टर भी बना दे। പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പത്രോസ് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിന് കള്ളം പറഞ്ഞു? നമുക്കറിയാം ഒരു വാക്കുപോലും അവൻ പറഞ്ഞില്ല. അവൻ അവിടെ നിൽക്കുക മാത്രമാ ചെയ്തത്. ആക്ട് ചെയ്ത് ജനത്തിന്റെ മുമ്പിൽ ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ എല്ലാം സമർപ്പിക്കുന്നവരാണ്. लेकिन यहाँ देखिए उस हनन्याह ने सफेरा ने एक शब्द भी नहीं बोला, लेकिन पत्रोस जान गया कि ये जो व्यक्ति खड़ा है यहाँ पे केवल दिखावा कर रहा है। इसलिए हमको समझना है कि पहली शताब्दी के अंदर में पवित्र आत्मा ने कैसे काम किया है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ അവർ വേർഡ്സ്. इसलिए हमें समझना है कि हम जो प्रभु के सामने करते हैं वो ज्यादा महत्वपूर्ण है बजाय जो काम हम करते हैं। हमारी प्रतिक्रिया ज्यादा महत्वपूर्ण है बजाय वो काम के। ദൈവസന്നിധിയിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, എന്താണെന്നല്ല, നീ എന്തിനു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. प्रभु के सामने तूने क्या किया है वो नहीं है, तूने किसके लिए किया वो महत्वपूर्ण है। നീ ഏത് ഉദ്ദേശത്തോടെ നിന്റെ ശുശ്രൂഷ ചെയ്യുന്നു? നീ ഏത് ഉദ്ദേശത്തോടെ അത് കാണുന്നു? ഏത് ഉദ്ദേശത്തോടെ അത് ചെയ്യുന്നു? അതിന് പോകുന്നു? അങ്ങനെ പറയുന്നു. എന്ത് ഉദ്ദേശമാണ് നിന്റെ ഹൃദയത്തിലുള്ളത്? വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി അക്കൗണ്ടഡ് ഇൻ ദ ലോർഡ്സ് ഡേ. परमेश्वर की दृष्टि के अंदर मेरा आप किस उद्देश्य से करते वो महत्व रखता है। हम क्या बोलते हैं, क्या करते हैं, क्या देखते हैं, क्या हम सोचते हैं वो नहीं, हम किस उद्देश्य से करते हैं वो महत्वपूर्ण है प्रियो। പലപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് പോലും അതിന്റെ ഫലം നന്നായിട്ട് വരും, പക്ഷെ ഉദ്ദേശ്യം തെറ്റാകാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. कई बार हम सुसमाचार सुनाते हैं तो उसका जो फल हो सकता है बहुत मिले, लेकिन हमारा उद्देश्य हो सकता है तब भी गलत हो। നമ്മൾ ചിലരെ സഹായിക്കുമ്പോൾ അതിന് ഫലം നല്ലതാണ്, പക്ഷെ അതിന് ഉദ്ദേശത്തിന് തെറ്റ് വന്നേക്കാം. हम किसी की सहायता करते हैं वो दिखने में फल तो अच्छा है, लेकिन हमारा उद्देश्य हो सकता है गलत हो। നമ്മൾ എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്നത് നല്ല ഫലമാണ് കൊണ്ടുവരുന്നത്, പക്ഷെ പലപ്പോഴും നമ്മുടെ ഉദ്ദേശ്യം തെറ്റിപ്പോയിരിക്കാം. हर एक संडे को आराधनालय हम जाते हैं ये अच्छा फल है, लेकिन तब भी हमारा उद्देश्य हो सकता है गलत हो।
എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, പലരും ശുശ്രൂഷകളെ വിട്ട് മടങ്ങിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷത്തോടെ ഇറങ്ങി, പക്ഷെ അവരുടെ ഉദ്ദേശ്യം തെറ്റായിരുന്നു. കാരണം അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നില്ലെന്ന് അവർക്ക് തോന്നി. അവർക്ക് വലിയ സഭകൾ സ്ഥാപിക്കുവാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അവർക്ക് വലിയ അധികാരത്തിലെത്തുവാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അപ്പോഴവരത് വിട്ടിട്ട് തിരിച്ചു പോകുന്നു. കാരണം അവരാഗ്രഹിച്ച ഫലം അവർ കാണുന്നില്ല. അതുകൊണ്ട് कई बार हम देखते हैं बहुत से लोग जो सेवा में उतर जाते हैं जीवन के अंदर में, लेकिन बाद के अंदर में जैसा वो सोचते थे वैसा होता नहीं है। अच्छी कलीसिया बनी नहीं है, बहुत से लोग आए नहीं है, वो मान सम्मान वो पद उनको मिला नहीं है, इसलिए जो चाहते थे ना होने के कारण वो सेवा से पीछे हट जाते हैं। എന്നാൽ ഒരു കാര്യം പറയട്ടെ, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഇത്. എനിക്ക് ഒരാളില്ലെങ്കിലും വേണ്ട. കാരണം അഡോണിറാം ജഡ്സനെ പോലെ അദ്ദേഹം 7.5 വർഷം സുവിശേഷം അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു കൺവേർട്ട് വന്നത് 8 വർഷത്തിന് ശേഷമാണ്. കാരണം എന്തെന്നറിയാമോ? എത്ര പേര് വരുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് പ്രസംഗിക്കാനാ. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കാനാണ്. ആത്മാക്കളെ നേടുന്നത് കർത്താവിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവർ അതിനു വേണ്ടി നിൽക്കും. इसलिए मुझे आपको समझना है कि जीवन में हो सकता है कि मेरा आप अगर सच्चाई से सेवा कर रहे हैं तो एक आत्मा को जीतने के लिए सालों लग जाए, लेकिन मेरा आप अगर वास्तव में प्रभु के उद्देश्य के अनुसार प्रभु की इच्छा के अनुसार सेवा करते हैं वो ज्यादा महत्वपूर्ण है, चाहे एक ही आत्मा मेरा आप जीत पाए। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധി വേണം. നാം സത്യത്തിന് നിൽക്കണം. നാം അഭിനയിക്കുന്നവരായിരിക്കരുത്. നമുക്ക് തെറ്റ് പറ്റിയാൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് തുറന്നു പറയുവാൻ വേണം. നമുക്ക് അതിനുള്ള ബലമുണ്ടാകണം. കാരണം നാം ദൈവത്തെ ഭയപ്പെടണം. प्रियो, मैं आपसे कहना चाहता हूँ मेरा आपका जो है उद्देश्य से होने पाए, शुद्धिकरण होने पाए। कई बार गलती होती है तो गलती हमने की है बोलने का मनोभाव हमारे अंदर में होना चाहिए। प्रियो, ഭാര്യ ഭർത്താവിനോട് കള്ളം പറയരുത്. ഭർത്താവ് ഭാര്യയോട് കള്ളം പറയരുത്. മക്കൾ വന്ന് അപ്പനോടും അമ്മയോടും കള്ളം പറയരുത്. अपने हमें देखना परिवार के अंदर एक पति पत्नी से झूठ ना बोले, पत्नी पति से झूठ ना बोले, बच्चे अपने माता पिता से झूठ ना बोले। ഭാര്യ വന്ന് സത്യം പറയുമ്പോൾ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭർത്താവ് പറയണം, ഏതായാലും എന്റെ ഭാര്യ ശിക്ഷ ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് പോലും എന്നോട് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അവളെ മാനിക്കണം. അതുപോലെ ഭർത്താവ് വന്ന് സത്യം പറയുമ്പോൾ ഭാര്യ മാനിക്കണം. കുറവ് കണ്ട് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ പീഡിപ്പിക്കുവാനായിട്ട് പോവുകയല്ല, ചീത്ത പറയുവാനായിട്ട് പോവുകയല്ല. പിന്നെയോ എന്റെ അടുത്ത് സത്യം കള്ളം പറയാതെ ഒന്നും മറച്ചു വെക്കാതെ സത്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്നവളായി തീരണം. इसलिए हमको समझना है पति और पत्नी हो सकता है जीवन में गलती हो जाए तो एक दूसरे से अगर गलती हुई तो सत्य कोई बोले, ताकि मेरा आप उसको क्षमा कर पाए, ताकि हमारा जीवन जो है वैसा होने पाए। അതുകൊണ്ട് തന്നെ സത്യം പറയുന്നവരെ അംഗീകരിക്കുവാൻ നമുക്ക് തയ്യാറാകണം. ഞാൻ വീണ്ടും അത് ആവർത്തിക്കട്ടെ, ഒരു ഭാര്യയും ഭയപ്പെടരുത് ഭർത്താവിനെ സത്യം പറയുവാന്. ഒരു ഭർത്താവും ഭാര്യയെ ഭയപ്പെടരുത് സത്യം പറയുവാൻ. കാരണം അതിന് ഉപദ്രവം സഹിക്കേണ്ടി വന്നാലും അതിന് നമ്മൾ നിലനിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. എന്റെ ഭർത്താവ് സത്യം സംസാരിക്കുന്ന വ്യക്തിയാ, എന്റെ ഭാര്യ സത്യം സംസാരിക്കുന്നവളാണെന്ന്. अगर पत्नी ने अगर सत्य बोला है, अगर गलती हुई है, तब भी उसको पति जो है उसको स्वीकार करना है। पति ने अगर गलती की है और सत्य बोला है तो पत्नी को स्वीकार करना है। एक दूसरे को सम्मान करने वाले होना है। प्रियो, मैं आपसे कहना चाहता हूँ മക്കള് കള്ളം പറയുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെപ്പോഴും അപ്പന്റെയും അമ്മയുടെയും അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് വന്ന് സത്യം പറയണം. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. बच्चों में आपसे कहना चाहता हूं कि बच्चे माता पिता से कभी झूठ ना बोले, माता पिता से हमेशा सत्य ही बोले। സത്യം പറയുന്നവരെ നമ്മൾ ഹല്ലേലൂയ ഉയർത്തുന്നുവെങ്കിൽ, സത്യം പറയുന്നവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ളവർ കള്ളം പറയുവാൻ കോണം വശീകരിക്കപ്പെടുകയില്ല. ധൈര്യത്തോടെ നമ്മുടെ അടുത്ത് സത്യം പറയുവാൻ കോണം അവർക്കിടയാകും. सत्य बोलते हैं, अगर हम उनको प्यार करेंगे, उनको सुरक्षित रखेंगे, तो हो सकता है आने वाले दिनों में झूठ बोलने वाले झूठ बोलना बंद कर दे। ഞാൻ എന്റെ വാക്കുകൾ അടുത്ത 2-3 മിനിറ്റിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अपने शब्दों को 2-3 मिनट में समाप्त करना चाहता हूँ। 34-35 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം, യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. इसलिए प्रभु कहता है कि तुम कभी शपथ न खाना, न स्वर्ग की क्योंकि परमेश्वर का सिंहासन है, न धरती की क्योंकि पांव की चौकी है, न यरूशलेम की क्योंकि वो महाराजा का नगर है। സത്യം പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. जो सत्य बोलता है उसको सत्य करने की जरूरत नहीं है।
നമുക്കറിയാമല്ലോ, ചിലരൊക്കെ പറയത്തില്ല, ദൈവത്തിനാണ് ഞാൻ പറഞ്ഞത് സത്യമാ, എന്റെ മക്കളാണ് ദൈവം ഞാൻ പറയുന്നത് സത്യമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും നാൾ ഞാൻ സത്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പറയുന്നത് സത്യമാണെന്ന് പറയാനാണ് നമ്മൾ സത്യം എടുക്കുന്നത്. कई बार हम इस तरह बोलते हैं, ഒന്നുകൂടെ പറഞ്ഞോ. അതായത് ചില സമയത്ത് നമ്മൾ പറയും ദൈവത്തിനാണ് ഞാൻ പറഞ്ഞത്, അതായത് സ്വെയറിങ് ഗോഡ്. ചിലർ പറയുമ്പോൾ ഗോഡ് സ്വെയർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് ഞാൻ പറയുന്നത് സത്യമാ. ചിലർ മക്കളെ വെച്ചിട്ട് പറയും മക്കളാണ് സത്യമോ. അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? ഇത്രയും നാളെ ഞാൻ പറയുന്നതൊക്കെ കള്ളമായിരുന്നു, പക്ഷെ ഈ പറയുന്നതെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, അതുകൊണ്ട് ഞാൻ ആണയിട്ട് സത്യം പറയുവാണ്. इसलिए कई बार मेरा आप देखते हैं कि हम जो है शपथ खा के कहते हैं, परमेश्वर की शपथ खा के कहता हूँ, अपने बच्चों के शपथ खा के कहता हूँ, ये जो बोल रहा हूँ सत्य है. इसका अर्थ क्या है? इससे पहले जो कुछ तुम बोलते थे वो सब झूठ था. അതിനർത്ഥം ഞാൻ പറയുന്നതൊക്കെ, കാരണം കള്ളം പറയുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ, പക്ഷെ ഈ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനാണ് നമ്മളിങ്ങനെ ആണയിട്ട് പറയുന്നത്. इसलिए कई बार मेरा आप शपथ क्यों करते हैं? ये बताने के लिए कि पहले जो बोलता था वो तो सब झूठ था, लेकिन अब जो मैंने बोला है वो बिल्कुल सत्य है, इसलिए हम शपथ खा के बोलते हैं. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സ്വഭാവത്തെ മാറ്റാം. ഇവിടെ പറയുന്നു, സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്, നിന്റെ തലയെ കൊണ്ടരുത്, കാരണം ഇതിന്റെ ഒന്നും മേൽ നിനക്ക് നിയന്ത്രണമില്ല, പിന്നെ എന്ത് അധികാരത്തിലാണ് നീ ഇതിനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്നത്? इसलिए प्रभु कहता है, ना तो स्वर्ग की, ना तो पृथ्वी की, ना तो किसी और चीज के तू शपथ खाना, क्योंकि तू कुछ बदल नहीं सकता है, फिर तू शपथ क्यों खाता है? നിനക്ക് അതിന്റെ മേൽ അധികാരമില്ല, അതൊന്നും സൃഷ്ടിച്ചത് നീയല്ല, പിന്നെ എന്ത് അധികാരത്തിനാണ് നീ അതിനെയൊക്കെ പിടിച്ച് സത്യം പറയുന്നത്? നീ സത്യം സംസാരിച്ചു കഴിഞ്ഞാൽ ആണയിടേണ്ട കാര്യമേ വരില്ല. तुझे इसमें किसी का अधिकार नहीं है, क्योंकि तूने इसकी सृष्टि नहीं की है, फिर तू क्यों इसकी शपथ खाता है? तुझे शपथ करने का कोई अधिकार नहीं है. അതുകൊണ്ട് 37-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. इसलिए 37 वाक्य में लिखा है, तुम्हारी बात हाँ की हाँ हो, ना कि ना हो, क्योंकि इससे अधिक कुछ भी बुराई नहीं से नहीं होता है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആരും ദുഷ്ടരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. इसलिए मैं मेरे शब्दों को सुनने वालों, प्रभु नहीं चाहता कि मेरा आप कोई भी दुष्ट बन जाए. നമുക്ക് സത്യം സംസാരിക്കുന്ന മനുഷ്യരായി മാറാം, കാരണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. परमेश्वर की आत्मा हमारे अंदर निवास करता है, इसलिए मेरा आप सत्य बोलने वाले बने. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു തീരുമാനമെടുക്കാം, ഇനി ഗോയിങ് ഫോർവേഡ് ഐ വിൽ നെവർ ടെൽ എ ലൈ. परमेश्वर के अनुग्रह से मेरा आप निर्णय करे कि मैं कभी भी अब झूठ नहीं बोलूंगा. സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കേണ്ടി വന്നാൽ, നഷ്ടം വന്നാലും ശരി, ഞാൻ സത്യമേ ഇനി സംസാരിക്കും. सत्य के लिए अगर मुझे नुकसान भी उठाना पड़े तो भी मैं सत्य ही बोलूंगा. प्रभु से बोले, प्रियो സഹോദര സഹോദരി, ദൈവം നിന്നെ മാനിക്കും. നീ കർത്താവിനെ ഭയപ്പെട്ട് സത്യത്തിനോട് കൂടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ വരുന്ന ദിവസങ്ങളിൽ മാനിക്കും. प्रियो, मैं आपसे कहना चाहता हूं, तुम अगर सत्य के लिए खड़े रहोगे तो परमेश्वर आने वाले दिनों के अंदर तुम्हारा मान सम्मान करेगा. ശുശ്രൂഷയുടെ രീതി മാറും, നിന്റെ ജീവിതത്തിന്റെ അനുഭവം മാറും, അനേകർക്ക് നീ അനുഗ്രഹമായി തീരും. तेरी सेवकाई में बदलाव होगा, तेरे जीवन की शैली में बदलाव होगा, तू अनेकों के लिए अनुग्रह हो जाएगा. प्रियो, നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും, മക്കൾ तेरा परिवार തലമുറകൾ जीवन അനുഗ്രഹിക്കും. अनुग्रहकारी हो जाएगा. प्रियो, നമുക്ക് നമ്മുടെ തലയുടെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. अपने सरों को हम झुकाएं. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം, കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനമാകുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങളെ കർത്താവെ ഉണർത്തണമേ. ദൈവഭയത്തിലേക്ക് ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെയും ശുശ്രൂഷ ചെയ്യുവാൻ അടിയനോട് കൂടെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിച്ചാട്ട്, കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ട് കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭാവി ജീവിതത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് വഴി നടത്തിക്കാട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിച്ചാട്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. आइए वचन के सामने एक और बार अपने सरों को झुकाए. परमेश्वर के दास के द्वारा प्रभु ने हमसे बातचीत किया, सत्य बोलने वाले बने. उसके लिए कितनी भी कीमत चुकाना पड़े हम कीमत चुकाए. कभी जीवन के अंदर हम किसी बात की शपथ न खाए. प्रेम निग्रहकारी प्यारे खुदावन, हम आपको धन्यवाद करते प्रभु, आपने हमें आपके संतान बनने के लिए मौका दिया, अवसर दिया. अब अबिदा इस संसार में जब तक जीवन आपने दिया तब तक प्रभु हम परमेश्वर प्रभु सत्य के वक्ता बन जाए, हमेशा सत्य बोलने वाले बन जाए, सत्य पे चलने वाले बन जाए. परमेश्वर आपकी आत्मा उसके हमारे अंदर में काम करे.
पवित्र आत्मा हमें बलवंत करे परमेश्वर प्रभु। सत्य के लिए परमेश्वर अगर हमें कीमत चुकानी पड़े, हम कीमत चुका पाए प्रभु। आज आपके शब्दों को सुन रहे परमेश्वर तमाम दास दासियों को, विश्वासियों को समर्पित करते हैं। सबको परमेश्वर बहुत आयुष्य अनुग्रह करना प्रभु। सुने वचन के साथ जीने के लिए हम सबकी सहायता करना। आपके दास रजी हाल पास्टर के लिए धन्यवाद करते खुदा। आपके दास को अनुग्रह करना और भी अनेक को परमेश्वर लोग के मध्य में इस्तेमाल करना। धन्यवाद करते हैं वचन के द्वारा आपने हमसे बातचीत किया खुदा। आदर महिमा गौरव जलाव आपको देते हैं। तमाम बातें उद्धार करते यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन आमीन। त्रिएक परमेश्वर का प्रेम अनुग्रह सहभागिता सबके साथ, तमाम संतों के साथ, आज जुड़े हुए तमाम दास दास विश्वासियों के साथ, वचन की मना दे के आपके दास रंजीत जॉर्ज पास्टर के साथ, हम सबके साथ हमेशा हमेशा